ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സോൾവ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എക്സ് വൈ ഡാഷ് പ്ലസ് വൈ പ്ലസ് 3x⁴ cos സ്ക്വയർ വൈ ബൈ എക്സ് വൈ ഓഫ് 1 = 0. ശ്രദ്ധിക്കുക, ഇവിടെ വൈ ബൈ എക്സ് എന്ന് തരുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം അത് ഹോമോജീനിയസ് ആയിരിക്കും. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എക്സ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. എക്സ് കൊണ്ട് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വൈ ബൈ എക്സ് വരും. 3x³ cos സ്ക്വയർ വൈ ബൈ എക്സ്. അപ്പോൾ ഫുള്ള് വൈ ഡാഷ് ഈക്വൽ ടു വൈ ബൈ എക്സിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്കറിയാം. y ഈക്വൽ ടു നമ്മൾ വി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെർഫോർ വൈ ഡാഷ് ഈക്വൽ ടു വി പ്ലസ് എക്സ് വി ഡാഷ്, ദാറ്റ് ഈസ് ഡി വി ബൈ ഡി എക്സ്. അങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു വൈ ഡാഷിന് പകരം വി പ്ലസ് എക്സ് വി ഡാഷ് ഈക്വൽ ടു വൈ പ്ലസ് വൈക്ക് പകരം നമ്മൾ വി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വി എക്സ് പ്ലസ് 3 × x⁴ cos സ്ക്വയർ വി എക്സ് ബൈ എക്സ്, ദെർഫോർ cos സ്ക്വയർ വി എന്ന് വരും. വൈക്ക് വി എക്സ് കൊടുക്കുമ്പോൾ എക്സ് എക്സുമ്പോൾ cos സ്ക്വയർ വി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എക്സ് മൊത്തത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകും. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. ദെർഫോർ വി പ്ലസ് എക്സ് വി ഡാഷ് ഈക്വൽ ടു വി പ്ലസ് 3x³ cos സ്ക്വയർ വി. ശരിയാണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു വിയും വിയും കട്ട് ചെയ്ത് പോവും. എക്സ് വി ഡാഷ് ഈക്വൽ ടു 3x³ cos സ്ക്വയർ വി. ഇപ്പം തന്നെ അത് വേരിയബിൾ സെപ്പറബിൾ ആയി കഴിഞ്ഞു. ഒരു എക്സ് കൂടെ ഡിവൈഡ് ചെയ്ത് കളയാം. വി ഡാഷ് ഈക്വൽ ടു 3x² cos സ്ക്വയർ വി. ദെർഫോർ ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 3x² cos സ്ക്വയർ വി. നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ആയി ചെയ്യുമ്പോൾ ഡി വി ബൈ cos സ്ക്വയർ വി ഈക്വൽ ടു 3x² dx. That is equal to sec² v dv equal to 3x² dx. നമുക്ക് രണ്ട് സൈഡും ഇൻ്റഗ്രേഷൻ കൊടുക്കാം. ഇൻ്റഗ്രൽ കൊടുക്കുമ്പോൾ sec² v ഇൻ്റഗ്രേഷൻ tan v ഈക്വൽ ടു 3x³ 3 + c. 3 യും 3 കട്ട് ചെയ്ത് പോകുന്നു. ദെർഫോർ tan vക്ക് പകരം y ബൈ എക്സ് ഈക്വൽ ടു x³ + ഇനി നമ്മൾക്ക് ഇതാണ് നമ്മളുടെ ജനറൽ സൊല്യൂഷൻ. ഇതിന് പർട്ടിക്കുലർ സൊല്യൂഷൻ കാണുന്നതിന് അല്ലെങ്കിൽ ഇനിഷ്യൽ വാല്യൂ കൊടുക്കുന്നതിന് എക്സ് 1 ആകുമ്പോൾ y 0 എന്ന് പറയുന്നു. ദെർഫോർ tan 0/1 ഈക്വൽ ടു 1³ + c. tan 0/1 is tan 0. tan 0 is 0. Therefore 0 equal to 1 + c which is equal to c equal to -1 എന്ന് കിട്ടും. c -1. Therefore c നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആകും tan y by x equal to x³ - 1. This is the final solution for homogeneous equation. അടുത്തൊരു ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. dy by dx ഈക്വൽ ടു y by x plus tan y by x. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ y by x എന്ന് പറയുന്ന ഇക്വേഷൻ വരുമ്പോഴൊക്കെ മനസ്സിലാക്കുക അതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ ആയിരിക്കും. ഈക്വൽ ടു y by x മാത്രം വരുമ്പോൾ ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ x ഇൻറ്റു എന്ന് വരും. x ഇൻറ്റു y ഇൻറ്റു ഒരിക്കലും വരില്ല, x ഇൻറ്റു സംതിങ് എന്ന് വരും. ചിലപ്പോൾ ഇവിടെ y by x plus x ഇൻറ്റു tan y by x എന്നായിരിക്കും. y ഇൻറ്റു എന്ന് വരില്ല, x ഇൻറ്റു. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എപ്പോഴും എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ബൈ എക്സ് എന്ന് എഴുതുന്ന രീതിയിൽ വരുന്നതാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് വരിക, എക്സ് ഇൻറ്റു. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ഹോമോജീനിയസ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നമ്മൾ ഇതിൽ കൂടിയ ഓർഡറിൽ വരുന്നതും അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഉള്ളതും പഠിക്കും. ഇപ്പോൾ നമ്മൾ +2 ലെവലിൽ പഠിച്ച ഹോമോജീനിയസ് ഇക്വേഷൻ ആണിത്. ഇതും നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം നമ്മൾ പറഞ്ഞതുപോലെ y ഈക്വൽ ടു വി എക്സ് എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഹോമോജീനിയസ് ഇക്വേഷന്. Therefore dy by dx equal to പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ v ഇൻറ്റു എക്സിൻ്റെ 1 പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്, ദാറ്റ് ഈസ് വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ്. ഇതാണ് dy by dxന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇക്വേഷൻ എന്തായി മാറും? ഇതിന് പകരം കൊടുക്കുമ്പോൾ വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു y ഈക്വൽ ടു വി എക്സ് ആകുമ്പോൾ y ബൈ എക്സ് ആണ് v, അറിയാമല്ലോ, വിക്ക് പകരം y ബൈ എക്സ്. അപ്പോൾ ഇവിടെ v പ്ലസ് tan v എന്ന് വരും. ശരിയാണല്ലോ? ഇതങ്ങ് അപ്പുറം പോകുമ്പോൾ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു വി പ്ലസ് tan v മൈനസ് വി, വിയും വിയും കട്ടായി പോകും. എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു tan v. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന വേരിയബിൾ സെപ്പറബിളിലേക്കായി മാറി. വിയും tan വിയും ഒരുമിച്ചാക്കാം, ഡി എക്സും എക്സും ഒരുമിച്ചാക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഡി വിയും ഡി എക്സും ന്യൂമറേറ്ററിൽ നിൽക്കണം. അപ്പോൾ ഡി വിയും ഡി എക്സും ന്യൂമറേറ്ററിൽ നിൽക്കുമ്പോൾ ഡി വിയുടെ കൂടെ tan v ഇഞ്ഞ് താഴെ പോരും ബൈ tan v, എക്സ് അവിടെ പോകും ഡി എക്സ് ബൈ എക്സ്. രണ്ട് സൈഡും ഇൻ്റഗ്രേഷൻ കൊടുക്കുന്നു. ഇൻ്റഗ്രൽ ഡി വി ബൈ tan v ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്. 1/tan എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോഡ് വി ആണ്. കോഡ് വി ഡി വി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്.
കോട്ടിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ് വരിക? ലോഗ് മോഡ് സൈൻ എക്സ് എന്നാണ് വരിക. ലോഗ് മോഡ് സൈൻ എക്സ്. കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രേഷൻ നമ്മൾ പഠിച്ചതാണ് ലോഗ് മോഡ് സൈൻ എക്സ്. അപ്പോൾ ഇവിടെ എന്താ വരിക? ലോഗ് മോഡ് സൈൻ ബി ഈക്വൽ ടു ലോഗിന് പകരം എൽ എൻ എന്ന് ഉപയോഗിക്കുക, അതാണ് ഏറ്റവും നല്ലത്. എൽ എൻ മോഡ് എക്സ് പ്ലസ് എൽ എൻ സി എന്ത്? ദെയർഫോർ നമുക്ക് എഴുതാം എൽ എൻ മോഡ് സൈൻ ബി ഈക്വൽ ടു എൽ എൻ എ പ്ലസ് എൽ എൻ ബി, എൽ എൻ എ ബി. എൽ എൻ എ പ്ലസ് എൽ എൻ ബി ഈസ് എൽ എൻ എ ബി. നോക്കൂ, എൽ എൻ സൈൻ ബി ഈക്വൽ ടു എൽ എൻ സി എക്സ്. രണ്ട് സൈഡിലും നമുക്ക് ലോഗരിതം കളയാം, അല്ലെങ്കിൽ ആൻറ്റി ലോഗരിതം എടുക്കുന്നതെന്ന് പറയും. രണ്ട് സൈഡിലും ലോഗരിതം കളയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? സൈൻ ബി ഈക്വൽ ടു സി എക്സ് എന്നാണ് കിട്ടുക. സൈൻ ബി ഈക്വൽ ടു സി എക്സ്. നോക്കൂ, നമുക്ക് y ആണ് വേണ്ടുന്നത്, കാരണം നമ്മൾ v സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതല്ലേ. അപ്പോൾ വിക്ക് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം? y ബൈ എക്സ്. അപ്പോൾ എന്തെന്ന് വരും ഇവിടെ? സൈൻ y ബൈ എക്സ് ഈക്വൽ ടു സി എക്സ്. ദെയർഫോർ y ബൈ എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സി എക്സ്. സൈൻ അപ്പുറം പോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് ആവും. ദെയർഫോർ y ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് സി എക്സ്. മാക്സിമം y ഈക്വൽ ടു എത്തിക്കാൻ നോക്കുക. കിട്ടാത്ത കേസിൽ മാത്രം ഇവിടെ വെച്ച് എഴുതിയാൽ മാർക്ക് തരും. എനിവേ ലാസ്റ്റ് y ഈക്വൽ ടു എത്തിക്കുക. ദിസ് ഈസ് ദ സൊല്യൂഷൻ. ഇങ്ങനെയാണ് ഹോമോജീനിയസ് ഇക്വേഷൻ ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളൂ. ശ്രദ്ധിക്കുക, അടുത്തത് തൊട്ട് നമ്മൾ പുതിയതായി പഠിക്കുന്ന ടോപ്പിക്കുകളാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷ ചോദിക്കാൻ സാധ്യതയുള്ള പോർഷനാണ് ഇനി പഠിക്കാൻ പോകുന്നത്. മുൻപുള്ളതും ചോദിക്കാം, പക്ഷേ ഇനി 4 മാർക്ക് 15 മാർക്കിലൊക്കെ വരാൻ സാധ്യതയുള്ള പോർഷൻസാണ്. അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു എക്സാക്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്താണ് ഒരു എക്സാക്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ? നിങ്ങൾ നോക്കൂ, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ? ഇതിനെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ശരിക്കും ഇത് dy ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് അല്ലെങ്കിൽ പ്ലസ് വൈ ബൈ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷനെ അറേഞ്ച് ചെയ്തെടുക്കുമ്പോഴാണ് ഈ രീതിയിലേക്ക് വരുന്നത്. എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് ഈക്വൽ ടു ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാം. കാരണം ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ ആണ്. എക്സ് വൈയുടെ പ്രോഡക്റ്റ് റൂൾ എടുത്താൽ കിട്ടുന്ന സാധനം വിത്ത് റെസ്പെക്ട് ടു എക്സോ ടി എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഡിഫറൻഷ്യലാണ് പറയുന്നത്. ഡിഫറൻഷ്യൽ ഓഫ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് വൈ പ്ലസ് വൈ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് എക്സ്. അപ്പോൾ ഇത് പ്രോഡക്റ്റ് റൂളാണ്. കണ്ടില്ലേ? എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നാണ്. കണ്ടല്ലോ? ഇനി നിങ്ങൾ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ എനിക്ക് എക്സ് വൈ ഈക്വൽ ടു സി എന്ന് എഴുതാം. ശരിയാണല്ലോ? കാരണം എക്സ് വൈയുടെ ഡെറിവേറ്റീവ് ആണ് ഡി ഓഫ് എക്സ് വൈ, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0, എക്സ് വൈ ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് സൊല്യൂഷനായി. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഈ ആളെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ പോർഷനെ നമ്മൾക്ക് ഡി ഓഫ് എക്സ് വൈ എന്ന് എഴുതാൻ പറ്റി, ഒരു എക്സാക്ട് ഡിഫറൻഷ്യലായി എഴുതാൻ പറ്റി എന്നുള്ളതാണ് അർത്ഥം. ഇതിനെ ഒരു എക്സാക്ട് ഡിഫറൻഷ്യലായി എഴുതാൻ പറ്റിയത് കൊണ്ടാണ് ഈ ഇക്വേഷനെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എല്ലാ ഇക്വേഷനും അങ്ങനെ വരണമെന്നില്ല. ഇപ്പോൾ ഇവിടെ y² ആയിരുന്നു നോക്കുക, ഒരിക്കലും നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയില്ല. അപ്പം ഏത് ഇക്വേഷനാണോ നമ്മൾക്ക് ഒറ്റയടിക്ക് ഇതിനെ എക്സാക്ട് ഡിഫറൻഷ്യലായി എഴുതാൻ കഴിയുന്നത്, ആ ഇക്വേഷനെയാണ് നമ്മൾ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ സൊല്യൂഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എക്സ് വൈ ഈക്വൽ ടു സി. ഇതിനെ ഞാൻ ജനറലായി പറയുമ്പോൾ യു ഓഫ് എക്സ് വൈ, ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ, യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ആണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡി യു ഈക്വൽ ടു 0 ആകും. ശരിയല്ലേ? ഡി യു ഈക്വൽ ടു 0. ഇനി ഡി യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാർഷ്യൽ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ട്. യു എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, യു എക്സ് കോമ വൈ മൾട്ടിപ്പിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഡെറിവേറ്റീവ് ഡി യു എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ എന്നാണ്. ഇത് ടോട്ടൽ ഡിഫറൻഷ്യലാണ് വരിക. ടോട്ടൽ ഡിഫറൻഷ്യൽ. അപ്പോൾ ഈ ടോട്ടൽ ഡിഫറൻഷ്യൽ ഡി യു എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. കാരണം യു എന്ന് പറയുന്നത് എക്സിലും വൈയിലുമാണുള്ളത്. ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇതിനെ നിങ്ങൾ ഒന്ന് ജനറലായി എഴുതിയാൽ ഞാൻ പറയുന്നു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡോ യു ബൈ ഡോ എക്സ്. എൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡോ യു ബൈ ഡോ വൈ. എം എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ഡോ യു ബൈ ഡോ എക്സ്. എൻ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ഡോ യു ബൈ ഡോ വൈ. ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് വരും. അപ്പം ഇവിടെ നിന്നും ഇതിലേക്ക് പോകുന്നു, ഇതിൽ നിന്ന് തിരിച്ചു പോകുന്നു. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എം ഡി വൈ പ്ലസ് എൻ ഡി എക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നും ഒറ്റയടിക്ക് സൊല്യൂഷനിലേക്ക് എത്തി. അപ്പം അങ്ങനെ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എക്സാക്ട് ഡിഫറൻഷ്യൽ എന്ന് വിളിക്കുന്നു. എപ്പോൾ? if the left side portion mdx plus ndy, this portion is an exact differential. അതൊരു എക്സാക്ട് ഡിഫറൻഷ്യലായി മാറുമ്പോൾ അതിനെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നു.
അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തരുന്ന സമയത്ത് ഇതിപ്പോൾ വളരെ എളുപ്പമാണ് ഡി ഓഫ് എക്സ് വൈ എന്ന് എഴുതാം, അതുകൊണ്ടാണ് കാണാൻ പറ്റിയത്. ആ സമയം ചില സമയത്ത് ചില വിയേർഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് തരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തന്നെ എഴുതാൻ കഴിയണമെന്നില്ല, മനസ്സിലാവണമെന്നില്ല. അങ്ങനെ വരുമ്പം എക്സാക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വേറൊരു കാര്യം പറയുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, എം ഡോ യു ബൈ ഡോ എക്സ് ആണ്, എൻ ഡോ യു ബൈ ഡോ വൈ ആണ്. എമ്മും എന്നും ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഉള്ളവരാണ്, അവർ കണ്ടിന്യൂസ് ആണ്, അവർക്ക് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് റീജിയനിലെങ്കിൽ നിങ്ങൾ എമ്മിനെ വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഡോ എം ബൈ ഡോ വൈ എടുത്താൽ, വിത്ത് റെസ്പെക്ട് വൈ എടുത്താൽ ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവായി മാറും, ഡോ സ്ക്വയർ യു ഡോ വൈ ഡോ എക്സ് എന്നായി മാറും. ശരിയല്ലേ? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ, രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു വൈ എടുത്തു. അതേപോലെ എന്നിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് രണ്ട് സൈഡും എടുക്കുക, ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു, അവിടെ ചെയ്യുമ്പം അത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ എന്നാവും. ആണല്ലോ? അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ സെക്കൻഡ് ഓർഡർ മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഈക്വൽ ആണ് എപ്പോൾ എമ്മും എന്നും കണ്ടിന്യൂസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണെങ്കിൽ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അവ ഈക്വൽ ആണ്. അപ്പം ഭൂരിഭാഗം ഫംഗ്ഷനുകളിലും അത് ഈക്വൽ ആയിരിക്കും. അപ്പം ഇത് രണ്ടും ഈക്വലായി മാറും എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് എന്നല്ലേ? ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഇങ്ങനെ ഈക്വൽ ആവുകയാണെങ്കിൽ മാത്രമേ, അതായത് ഇത് രണ്ടും തുല്യമാവണം, അത് രണ്ടും തുല്യമാകുന്നത് ഇങ്ങനെ വരുമ്പോഴാണ്. അപ്പം ഇത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് തരുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റൂ. അപ്പം നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുമ്പോൾ അതിൻ്റെ ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും കണ്ടുപിടിക്കുമ്പോൾ ഈക്വൽ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത് തിരിഞ്ഞു പോകരുത്, പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് തിരിഞ്ഞു പോകും. അതുകൊണ്ട് ഡോ എം ബൈ ഡോ വൈയെ മൈ എക്സാക്റ്റ് എന്നോ എം വൈ എന്നുള്ള രീതിയിൽ മൈ എക്സാക്റ്റ് അങ്ങനെയാണ് ഓർത്ത് വെക്കുക, ഇല്ലെങ്കിൽ തിരിഞ്ഞു പോകും. അപ്പോൾ ശ്രദ്ധിക്കുക, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് തരുമ്പോൾ ഡി എക്സിൻ്റെ കൂടെ ഉള്ളതാണ് എം, ഡി വൈയുടെ കൂടെ ഉള്ളതാണ് എൻ. ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും എടുത്ത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എക്സാക്റ്റ് എന്ന് പറയാം. അതോ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ അതിൽ നിന്ന് എം നിങ്ങൾ എടുത്ത് എഴുതിയാൽ ഡി എക്സിൻ്റെ കൂടെ ഉള്ളതാണ് വൈ, അതാണ് എം. എൻ ഡി വൈയുടെ കൂടെ ഉള്ളതാണ് എക്സ്. നിങ്ങൾ ഡോ എം ബൈ ഡോ വൈ എടുക്കുന്നു, നിങ്ങൾക്ക് 1 കിട്ടും. ഡോ എൻ ബൈ ഡോ എക്സ് എടുക്കുന്നു, നിങ്ങൾക്ക് 1 കിട്ടും. നോക്കൂ, രണ്ടും 1 ആണ്. അതുകൊണ്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണ്. എക്സാക്റ്റ് ആണ്, നമ്മൾ ഡയറക്റ്റ് എഴുതി കിട്ടി എക്സാക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് എക്സാക്റ്റ് എന്ന് തെളിയിക്കുന്നത്. അങ്ങനെ എക്സാക്റ്റ് ആണെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളത് രണ്ടാമത്തെ പാറ്റേൺ. അത് കണക്ക് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, എം എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ആണ്, എൻ എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വൈ ആണ്. എക്സാക്റ്റ് ആണെന്ന് തെളിയിക്കാൻ ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് എന്നാണ് എടുക്കേണ്ടത്. ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആണെങ്കിൽ അത് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് വെദർ ദിസ് ഇക്വേഷൻ കോസ് എക്സ് പ്ലസ് വൈ ഡി എക്സ് പ്ലസ് 3y സ്ക്വയർ പ്ലസ് 2y പ്ലസ് കോസ് എക്സ് പ്ലസ് വൈ ഡി വൈ ഈക്വൽ ടു 0 ഈസ് എക്സാക്ട് ആൻഡ് ഓൾസോ ഫൈൻഡ് ദ സൊല്യൂഷൻ. അപ്പോൾ ഇത് എക്സാക്റ്റ് ആണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം ഡി എക്സിൻ്റെ കൂടെ ഉള്ള ആളാണ് ക്യാപിറ്റൽ എം, കോസ് എക്സ് പ്ലസ് വൈ. ഡി വൈയുടെ കൂടെ ഉള്ളതാണ് ക്യാപിറ്റൽ എൻ, 3y സ്ക്വയർ പ്ലസ് 2y പ്ലസ് കോസ് എക്സ് പ്ലസ് വൈ. ശ്രദ്ധിക്കുക, ഇവിടെ മൈനസ് ആണ് നടുക്കുള്ളതെങ്കിൽ എൻ എഴുതുമ്പോൾ മൈനസ് കൂടെ ചേർത്ത് വേണം എഴുതാൻ, അത് വിട്ടുപോകരുത്. എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നാണ് ജനറൽ, മൈനസ് ആയാൽ മൈനസ് എടുക്കാം. ഇനി എം ആണ്, ഞാൻ പറഞ്ഞല്ലോ മൈ എക്സാക്ട് എം വൈ. അപ്പോൾ ഡോ എം ബൈ ഡോ വൈ കാണുക, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈയുടേത് 1 ആണ്, അപ്പോൾ കറക്റ്റ് ആണ്. അടുത്തത് ഡോ എൻ ബൈ ഡോ എക്സ് കാണുക, 3y സ്ക്വയർ കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് എക്സ് അല്ലേ, 0, ഇത് 0, കോസിൻ്റെത് മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും ഈക്വൽ ആണ്. therefore ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് implies OD is exact. OD is exact. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? എക്സാക്റ്റ് ആണ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം, അങ്ങനെ എക്സാക്റ്റ് ആണെങ്കിൽ നമ്മൾ ഡി യു ഈക്വൽ ടു 0 എന്നാണല്ലോ വരുന്നത്. അപ്പോൾ യു ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. യു ആയിരുന്നു, യു ഓഫ് എക്സ് വൈ ആണല്ലോ സൊല്യൂഷൻ. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു therefore യു ഈക്വൽ ടു, ശ്രദ്ധിക്കുക സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. യു ഈക്വൽ ടു ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് കെ ഓഫ് വൈ. കാരണം എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈയിൽ വരുന്ന ആൾ കോൺസ്റ്റന്റ് എന്നുള്ള അർത്ഥത്തിലാണ് എഴുതുന്നത്. ഇങ്ങനെ തന്നെ ചെയ്ത് ശരിക്കും ഇതാണ് എളുപ്പം. ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് കെ വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എം എന്താണ്? കോസ് എക്സ് പ്ലസ് വൈ ഡി എക്സ് പ്ലസ് കെ ഓഫ് വൈ. കോസിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ ആണ്, സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് കെ ഓഫ് വൈ. ഇതാണ് യു. ഇനി ചെയ്യാൻ പോകുന്നത്
കോൺസ്റ്റന്റ് വൈയിലാണല്ലോ കിടക്കുന്നത്. കോൺസ്റ്റന്റ് നിങ്ങൾ ഡി എക്സിനെ എമ്മിനെ ആണല്ലോ ഉപയോഗിച്ചത്, ഡി എക്സ് ആണല്ലോ ഇൻ്റഗ്രേറ്റ് ചെയ്തത്, കോൺസ്റ്റന്റ് വൈയിലാണ്. അപ്പോൾ കോൺസ്റ്റന്റ് വൈയിലാണെങ്കിൽ അതേ വൈ കൊണ്ട് നിങ്ങൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റന്റ് ഏത് വേരിയബിളിലാണോ ആ വേരിയബിൾ കൊണ്ട് വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. അപ്പോൾ എന്താ വരിക? ഡോ യു ബൈ ഡോ വൈ. കാരണം ഇവിടെ എക്സും വൈ ഉണ്ട്, മൾട്ടിപ്പിൾ അല്ലേ. ഡോ യു ബൈ ഡോ വൈ എടുക്കുമ്പോൾ സൈൻ്റെത് കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കെ ഡാഷ് വൈ. കാരണം കെ ഫംഗ്ഷൻ വൈ ആണ്, വിത്ത് റെസ്പെക്ട് വൈ ചെല്ലുമ്പോൾ കെ ഓഫ് വൈയുടെ ഡെറിവേറ്റീവ് കെ ഡാഷ് വൈ ആവും. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുന്നു. അപ്പോൾ കോൺസ്റ്റന്റ് എന്താണോ ആ വേരിയബിളിലാണ് വിത്ത് റെസ്പെക്ട് ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത്, ശ്രദ്ധിക്കാം. ഇനി നമ്മൾ എക്സാക്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എക്സാക്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ ആണ് ഡോ യു ബൈ ഡോ വൈ എന്ന്, ഓർക്കുന്നുണ്ടല്ലോ. എൻ ആണ് ഡോ യു ബൈ ഡോ വൈ. ഞാൻ എക്സാക്റ്റ് പറഞ്ഞതാണ് എം ഡോ യു ബൈ ഡോ എക്സും എൻ ഡോ യു ബൈ ഡോ വൈയുമാണ്. അപ്പോൾ ഇവിടെ ഡോ യു ബൈ ഡോ വൈ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടി, അതിനെ അവിടെ കൊടുക്കുന്നു. അപ്പോൾ എന്താ വരിക? എൻ ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കെ ഡാഷ് വൈ. ശരിയാണല്ലോ. നിങ്ങൾ 1 എന്ന് ഇവിടെ, അപ്പം 1 എന്ന് എടുക്കണമെന്നില്ല, 1 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എൻ ഈക്വൽ ടു കൊടുത്തു. ഇനി എൻ എന്താണ് നമ്മളെ സംബന്ധിച്ച്? എൻ എന്ന് പറയുന്നത് ഈ പോർഷനാണ് എൻ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താ വരിക? 3y² പ്ലസ് 2y പ്ലസ് കോസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കെ ഡാഷ് വൈ. Therefore cos x plus y രണ്ട് സൈഡിലും ക്യാൻസലായി പോകും. cos x plus y രണ്ട് സൈഡിലും ക്യാൻസലായി പോകും, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ യുന്ന് ഇൻ്റഗ്രൽ എം ഡി എക്സ് കെ വൈ എഴുതി, കോൺസ്റ്റന്റ് വൈ ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് വൈ എടുത്തു. ഡോ യു ബൈ ഡോ വൈ ആയതുകൊണ്ടാണ് എൻ ഈക്വൽ ടു എന്നെടുത്തത്. കാരണം എൻ ഡോ യു ബൈ ഡോ വൈ ആണ് നമ്മൾക്കറിയാം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ എൻ കൊടുത്തു, രണ്ട് സൈഡിലും കട്ട് ചെയ്ത് പോയി. നമ്മൾക്ക് 3y² പ്ലസ് 2y ഈക്വൽ ടു കെ ഡാഷ് വൈ എന്നാണ് വന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ വൈയിൽ മാത്രമാണ് വേരിയബിൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കെ ഓഫ് വൈ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ഇക്വേഷൻ 1 എന്ന് കൊടുത്തിരുന്നല്ലോ, അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിരുന്നു, പക്ഷേ 1 എന്ന് കൊടുത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കേട്ടോ. 1 വേണ്ടി വരും. അപ്പോൾ 1 കൊടുത്തു, കെ ഡാഷ് വൈ. ഇനി നിങ്ങൾ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 3y³ 3 + 2y² 2 ഈക്വൽ ടു കെ ഓഫ് വൈ പ്ലസ് സി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ഇപ്പുറം കൊടുക്കാം, പ്ലസ് സി ഈക്വൽ ടു കെ ഓഫ് വൈ. കാരണം ഇൻ്റഗ്രേഷൻ ഇപ്പുറം അല്ലേ, പ്ലസ് സി ഈക്വൽ, കാരണം ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ കെ ഡാഷ് വൈ കെ ഓഫ് വൈ ആവും. ഇയാൾ കെ ഓഫ് വൈ നിന്ന് വിത്ത് റെസ്പെക്ട് വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. കാരണം കെ ഡാഷ് വൈയിൽ നിന്നും കെ വൈ കിട്ടണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് വൈ തന്നെ വേണം. അപ്പോൾ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് വൈ ഇയാളെയും ചെയ്തു, ആൻസർ കിട്ടി. Therefore y³ പ്ലസ് y² പ്ലസ് സി ഈക്വൽ ടു കെ ഓഫ് വൈ. ഇക്വേഷൻ 1 നമുക്ക് യു ആണ് വേണ്ടുന്നത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ 1 ഇതിനകത്ത് കൊടുക്കണ്ട, യു എന്നുള്ളതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. യു എന്നുള്ളതിനാണ് ഇക്വേഷൻ 1 കൊടുക്കേണ്ടത്. യു എന്നുള്ളതിന് നമ്മളുടെ സൊല്യൂഷൻ യു ആണ്. അതിൽ കെ ഓഫ് വൈ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടാഞ്ഞത്. ഇപ്പോൾ നമ്മൾ കെ ഓഫ് വൈ കണ്ടുപിടിച്ചു, y³ പ്ലസ് y² പ്ലസ് സി. Therefore ഇക്വേഷൻ 1 becomes യു കൊടുക്കുമ്പോൾ യു ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് കെ ഓഫ് വൈക്ക് പകരം y³ പ്ലസ് y² പ്ലസ്. അപ്പോൾ ഇങ്ങനെയാണ് ആ യു എന്ന് പറയുന്ന സൊല്യൂഷനിലേക്ക് നമ്മൾ എക്സാക്ട് ഡിഫറൻഷ്യലിൽ നിന്നും ആ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നത്. ശ്രദ്ധിക്കുക, 1-2 കണക്കുകൂടി ചെയ്യാം. അടുത്തൊരു എക്സാക്ട് ഇക്വേഷൻ വെച്ച് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെയാണ് ഇക്വേഷൻ. നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്, ശ്രദ്ധിച്ചോളുക. ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഇക്വേഷൻ എക്സാക്ട് ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതുകൂടാതെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും വേണം. അപ്പോൾ ആദ്യം നമ്മൾക്കിതിനെ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റാം. എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0. അതിനുവേണ്ടി നമ്മൾക്ക് ഡി എക്സ് അങ്ങ് മൊത്തത്തിലൊരു ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ഡി വൈ പ്ലസ് 3x പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ്. മൊത്തത്തിലൊരു ഡി എക്സ് ഉണ്ട്, ഇതിനെ ഡി എക്സ് കൊണ്ട് ഇതിനെ ഡി എക്സ് കൊണ്ട് ഈക്വൽ ടു 0 ഡി എക്സ് കൊണ്ടാകുമ്പോൾ 0 എന്ന് വരും. അപ്പോൾ ഇത് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നായി. അപ്പോൾ എം ഈക്വൽ ടു 3x പ്ലസ് വൈ എം ഡി എക്സ്, എൻ ഈക്വൽ ടു എക്സ് എന്നും വരും. എമ്മും എന്നും എഴുതി. നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് എയും ബിയും എന്ന് ഉപയോഗിച്ചതേ ഉള്ളൂ വ്യത്യാസം. എം എക്സ് പ്ലസ് വൈ എൻ എക്സ്. ശ്രദ്ധിക്കുക, ഇവിടെ സിമ്പിൾ ഉണ്ടെങ്കിൽ മൈനസ് ആണെങ്കിൽ മൈനസ് കൂടി ചേർത്ത് വേണം എമ്മും എന്നും എഴുതാൻ. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, നമുക്കറിയാം എക്സാക്റ്റ് ആകാനുള്ള കണ്ടീഷൻ ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഇതാണ് ഞാൻ പറഞ്ഞത് എമ്മും എന്നും ഉപയോഗിക്കാൻ തന്നെ കാര്യം ഇതാണ്. എം വൈ എമ്മിൻ്റെ താഴെയാണ് വൈ, മൈ എന്ന് ഓർക്കുക. മൈ എക്സാക്ട് എം വൈ മൈ. അപ്പോൾ ഡോ എം ബൈ ഡോ വൈ ആണ് വേണ്ടുന്നത്. അത് ഡോ എൻ ബൈ ഡോ എക്സിന് തുല്യമാകണം, അപ്പോഴാണ് എക്സാക്റ്റ് ആകുക. നമുക്ക് ഡോ എം ബൈ ഡോ വൈ കാണാം. എമ്മിനെ വിത്ത് റെസ്പെക്ട് വൈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 കിട്ടും, എന്നിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 കിട്ടും. രണ്ടും ഈക്വൽ ആണ്. Therefore ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു
dou n by dou x. Therefore equation is exact. Equation നമുക്ക് എന്താണ് എക്സാക്റ്റ് ആണെന്ന് കിട്ടി. ഇക്വേഷൻ എക്സാക്റ്റ് ആണ്. ഇങ്ങനെ എക്സാക്റ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും. ആ സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ യു എന്ന് ഞാൻ തൽക്കാലം ക്യാപിറ്റൽ യു എന്ന് വിളിക്കുന്നു. ക്യാപിറ്റൽ യു ഈക്വൽ ടു ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് കെ ഓഫ് വൈ എന്നാണ്. എം ഡി എക്സ് പ്ലസ് കെ ഓഫ് വൈ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പക്ഷേ ചിലപ്പോൾ കെയ്ക്ക് പകരം എഫ് ഓഫ് വൈ എന്നായിരിക്കും തന്നിരിക്കുക. നമ്മൾ കെ ഓഫ് വൈ എന്ത് വേണമെങ്കിലും കൊടുക്കാം. കെ ഓഫ് വൈയോ എച്ച് ഓഫ് വൈയോ എഫ് ഓഫ് വൈയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. യു ഈക്വൽ ടു ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് കെ ഓഫ്. എന്തുകൊണ്ടാണ് യു എന്ന് കൊടുത്തത്? കാരണം ഇതിൽ എക്സും വൈയും വരുന്നത് കൊണ്ട് നമ്മൾ വേറൊരു വേരിയബിൾ നമുക്ക് വൈ ഈക്വൽ ടു കൊടുക്കാൻ കഴിയില്ല. കാരണം എക്സും വൈയും അതിനകത്ത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് യു ഒരു സൊല്യൂഷൻ യു എന്ന് വിളിച്ചു. യു ഈക്വൽ ടു ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് കെ ഓഫ് വൈ. ദെയർഫോർ യു ഈക്വൽ ടു ഇൻ്റഗ്രൽ എം എന്ന് പറഞ്ഞാൽ എന്താണ്? 3x പ്ലസ് വൈ ആണ്. അപ്പോൾ 3x പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് കെ ഓഫ് വൈ. ദെയർഫോർ യു ഈക്വൽ ടു 3x സ്ക്വയർ ബൈ 2 വിത്ത് റെസ്പെക്ട് എക്സ് അല്ലേ, പ്ലസ് വൈ എടുത്ത് എക്സ് വൈ പ്ലസ് കെ ഓഫ് വൈ. ഇതാണ് എന്ത്? യു. തീർന്നില്ല. നമ്മൾക്ക് കെ ഓഫ് വൈ കൂടി കിട്ടിയാൽ മാത്രമേ സൊല്യൂഷൻ ആകുള്ളൂ. അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡോ യു ബൈ ഡോ വൈ. അപ്പോൾ എന്താ കിട്ടുക? ഇത് 0 ആകും. ഫസ്റ്റ് പോർഷനിൽ വൈ ഇല്ല, 0 ആകും. എക്സ് വൈയെ വിത്ത് റെസ്പെക്ട് വൈയിൽ എടുക്കുമ്പോൾ എക്സ് എന്നാകും. പ്ലസ് കെ ഓഫ് വൈ, വേരിയബിൾ വൈ അല്ലേ, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കെ ഡാഷ് വൈ എന്നായി മാറും. ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു എക്സിൻ്റെത് 1 ആണ്. 1 ഇൻറ്റു വൈ, സോറി വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആണല്ലോ, വൈ എടുത്ത് 1, അപ്പോൾ എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് കെ ഡാഷ് വൈ. ഇത് 0 ആയി പോകും. ഇനി നമ്മൾ പറഞ്ഞതുപോലെ നമുക്കറിയാം എന്താണ് ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ആർക്ക് തുല്യമാണ്? എന്നിന് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന ആൾ എന്നിന് തുല്യമാണ്, അല്ലെങ്കിൽ n ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ ആണ്. ഇനി ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം, ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു n എന്നെടുക്കാം. ഡോ യു ബൈ ഡോ വൈ നമ്മൾ പറഞ്ഞതാണ് എക്സ് പ്ലസ് കെ ഡാഷ് വൈ ഈക്വൽ ടു, നമ്മൾ കണ്ടുപിടിച്ചതാണ് എക്സ് പ്ലസ് കെ ഡാഷ് വൈ. ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു n. n എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു n ഈക്വൽ ടു എക്സ് എന്നാണ്. ഓർമ്മയുണ്ടല്ലോ, n ഈക്വൽ ടു എക്സ് നേരത്തെ എഴുതിയതാണ്. അപ്പോൾ ഈ എക്സും കട്ടായി പോകും. നമ്മൾക്ക് കെ ഡാഷ് വൈ ഈക്വൽ ടു 0 എന്ന് വരും. ദെയർഫോർ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കെ ഓഫ് വൈ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് സി എന്ന് വരും. കാരണം ഇതിൻ്റെ ഡെറിവേറ്റീവാണ് കെ ഡാഷ് വൈ എങ്കിൽ സിയുടെ ഡെറിവേറ്റീവാണ് 0. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 ആയതുകൊണ്ട് ജസ്റ്റ് കോൺസ്റ്റൻറ്റ് മാത്രം. കെ ഓഫ് വൈ ഈക്വൽ ടു സി. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ യു. ഇതിനെ 1 എന്ന് വിളിച്ചോളുക, ഇക്വേഷൻ 1. ദെയർഫോർ 1 becomes കെ യു ഈക്വൽ ടു 3x സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് വൈ പ്ലസ് കെ ഓഫ് വൈക്ക് പകരം നമ്മൾക്ക് കിട്ടി എന്ത് കൊടുക്കാം? സി എന്ന് കൊടുക്കാം. ദിസ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് എക്സാമ്പിൾ ആണ്, ശ്രദ്ധിച്ചോളുക.